എല്ലാവർക്കും നമസ്തേ. ആരെല്ലാം ഓൺലൈൻ ഉണ്ടെന്നറിയില്ല. എന്തായാലും എല്ലാവരും വരുമ്പോൾ വരട്ടെ. ഞാനിപ്പോൾ ഇന്ന് ഒരു വിഷയം കേട്ടത് നമ്മുടെ പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പോരാളി ഷാജി മാത്രമല്ല, മറ്റ് പലരുടെയും പോസ്റ്റുകൾ കണ്ടു. പക്ഷേ ഈ പോരാളി ഷാജിയൊക്കെ ഇതുപോലെ എഴുതാന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു കൗതുകമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: എനിക്കെൻ്റെ മകനെ ഇറക്കിത്തരണം, അത് മാത്രം മതി. വഴുതി വീണാണ് എനിക്ക് പരിക്കേറ്റത്, അവനൊന്നും ചെയ്തിട്ടില്ല. 5 പേരെ മൃഗീയമായി കൊന്ന അഫാൻ എന്ന ഇപ്പോഴും ഒരിറ്റുപോലും പശ്ചാത്താപമില്ലാത്ത കൊടും ക്രിമിനലിന്റെ ഉമ്മ ഷമീന തന്നെ സന്ദർശിച്ച ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞ വാക്കുകളാണിത്. സത്യസന്ധമായി മൊഴി നൽകാൻ ശ്രമിക്കൂ, നമുക്ക് പുതുതലമുറയെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന് SKN ആവശ്യപ്പെട്ടപ്പോഴും അതേ നിലപാട് തന്നെ ഷമീന ആവർത്തിച്ചു. ഒരു കുറ്റവാളി ആദ്യം ജന്മം എടുക്കുന്നത് അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണെന്നും പിന്നെ മാത്രമേ സമൂഹവും സുഹൃത്തുക്കളും അതിൽ പങ്കാളികളാവുന്നുള്ളൂ എന്ന് അഫാനും അവന്റെ ഉമ്മയും ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട പണം കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു എന്ന് പിതാവ് സാക്ഷ്യപ്പെടുത്തുമ്പോഴും 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടം നാട്ടിൽ സ്വന്തം മകനും ഭാര്യയും വരുത്തിവെച്ചു എന്ന് കേട്ടപ്പോൾ ഞെട്ടി താഴെ വീഴുന്നുണ്ട് അവന്റെ വാപ്പ. ഇവർ ദരിദ്ര കുടുംബമല്ല, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെയാണ്. ഭർത്താവ് വിദേശത്തു നിന്ന് അയക്കുന്ന പണത്തിൽ അല്പം ഞെരുക്കം വന്നപ്പോഴും ആർഭാട ജീവിതം നാട്ടിൽ തുടർന്നവർ. ഉള്ളതുകൊണ്ട് ജീവിക്കാനല്ല, മകന്റെ ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നന്നായി ജീവിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവണം. ഈ കൊല ചെയ്യുന്നതിനെ തൊട്ടു തലേ ദിവസം അഫാന്റെ പിതാവ് സൗദിയിൽ നിന്ന് വിളിച്ച് അഫാന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഉത്തരം അവന് വട്ടാണ് എന്നും പറഞ്ഞുള്ള ചിരിയാണ്. അത്രയ്ക്ക് ജാഗ്രതയുണ്ടായിരുന്നു മകന്റെ കാര്യത്തിൽ അവർക്ക്. അപ്പോ ഇത് നമ്മുടെ പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ്, കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ചതാണ്. ഇതില് ഈ മറ്റു പല കാര്യങ്ങളിലായാലും ഇപ്പൊ പലരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കണ്ടു. ആ പോസ്റ്റുകൾ ആൾക്കാർ ഇടുന്നു, അത് എഴുതുന്നു, ഓരോരുത്തരുടെ അഭിപ്രായമാണ്. സ്വന്തം അഭിപ്രായങ്ങളാവാം, അല്ലാത്ത അഭിപ്രായങ്ങളാവാം. പക്ഷേ ഏതൊരു കാര്യത്തിലും ജെനുവിനായിട്ട് ചിന്തിക്കാനും ജെനുവിനായിട്ട് സംസാരിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവ് അത് മനുഷ്യന് മാത്രമാണ്. കാരണം മര്യാദയാണെങ്കിലും മര്യാദകേടാണെങ്കിലും അത് തരംതിരിച്ച് പറയാനായിട്ടുള്ള അത് മനുഷ്യന്റെ കഴിവാണ്. അപ്പൊ അക്കാര്യത്തില് 5 പേരെ അരും കൊല ചെയ്ത ഒരു പയ്യൻ, ഇത്ര ചെറിയ പ്രായത്തില് 5 പേരെ അരും കൊല ചെയ്ത പയ്യനാണ്. ആ പയ്യന് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല, ഇപ്പോഴും അവന് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല. അവൻ അങ്ങനെ വളരെ ഈസി ആയിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ ഉറുമ്പ് വന്നു അല്ലെങ്കിൽ തലയിലെ പേനിനെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇത്രയും പേരെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്ന ഒരു ചരിത്രം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഒരു കാര്യങ്ങൾക്കും ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വെറൈറ്റികൾക്കും ഒരു കുറവുമില്ലാത്ത നാടാണ് കേരളം. അപ്പൊ ആ കേരളത്തില് 100% സാക്ഷരതാ സർ, 100% ലിറ്ററസി സർ, എന്നാലും ശരി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന വെറൈറ്റി ഇതുവരെ കേൾക്കാനാകാത്ത ഒരു നാടുകളിലും ആരും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങേയറ്റം ക്രൂരതയാണ്, അങ്ങേയറ്റം ദുഷ്ടതയാണ്, എന്തുകൊണ്ട് ഇവരുടെ അമ്മ ഇപ്പോഴും ആ മകന് വേണ്ടിയിട്ട് പിന്നെ സൈഡ് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവര് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾക്ക് കുറ്റം തുറന്ന് സമ്മതിക്കുന്നില്ല എന്നെല്ലാ ചോദ്യങ്ങൾ ഉയരുമ്പോഴും, അല്ലെങ്കിൽ ആ അമ്മയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ഇടുമ്പോഴും ഒരു വിഭാഗം മനുഷ്യർ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിഭാഗം മനുഷ്യർ വന്നിട്ട് ചോദിക്കുന്നത് അവന്റെ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണെന്നാണ്. എനിക്ക് ഒരിക്കലും ഇതൊരു മകനോടുള്ള സ്നേഹാധിക്യമായിട്ട് കരുതാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാനും ഒരു അമ്മയാണ്, എനിക്കും 2 മക്കളുണ്ട്. ഇതുപോലുള്ളൊരു മക്കളാണ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മകനാണ് എൻ്റെ വീട്ടിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ, ഞാൻ ജീവനോടുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ മകൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീർന്നേനെ. കാരണം എനിക്കൊരിക്കലും ഇതുപോലെ നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഭാരമായിട്ട് ഒരു കൊലപാതകിയായിട്ടുള്ള ഒരു മകനെ കൊണ്ട് ഞാൻ ഒരു തരത്തിലും, അതായത് ഞാൻ ജീവനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയാണ് ഈ പറയുന്ന അഫാന്റെ അമ്മയുടെ അവസ്ഥ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലീസുകാർക്കൊന്നും ഒരു തരത്തിലുള്ള ജോലിയും ഞാൻ കൊടുക്കുമായിരുന്നില്ല, ആർക്കും ഒരു ജോലിയും കൊടുക്കില്ല. ഇത് നിങ്ങൾക്ക് തോന്നും അവരവർക്ക് വരുമ്പോ
പിന്നെ ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ലെന്നുള്ളത്. നോ, നെവർ എവർ. എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനൊരു പോലീസുകാർക്ക് പണിയുണ്ടാക്കാനോ ചോദ്യം ചെയ്യാനോ അങ്ങോട്ട് നടത്താനോ ഇങ്ങോട്ട് നടത്താനോ അല്ലെങ്കിൽ ഇതിന്റെ രഹസ്യങ്ങൾ അഴിക്കാനോ ചുരുളഴിക്കാനോ ഒന്നും ഞാൻ മെനക്കെടില്ല. അതോടുകൂടി, അതായത് ഉദകക്രിയ ചെയ്ത കൈകൊണ്ട് തന്നെ ഞാൻ ശേഷക്രിയയും കൂടി അങ്ങ് നടത്തും. എന്നിട്ട് ഞാൻ ജയിലിൽ പോകും, അന്തസ്സായിട്ട് ജീവിക്കും. സമൂഹത്തിനെങ്കിലും നമ്മളുടെ പ്രവൃത്തി കൊണ്ടൊരു ഗുണമുണ്ടാവണ്ടേ? സമൂഹമാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവര് കുടുംബത്തേക്ക് ഉപകാരപ്പെടണം, അത് കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഉപകാരപ്പെടണം. ഇത് രണ്ടിനും കൊള്ളാത്തത് പിന്നെ ആ ഭൂമിയിൽ ഇവരുടെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഈ അമ്മയുടെ ചെയ്തികൾ കാണിച്ച് പോസ്റ്റ് ഇട്ടവരുടെ പിന്നെ പോസ്റ്റിൽ വന്നിട്ട് പല പ്രത്യേക വിഭാഗക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, അത് അമ്മയായതുകൊണ്ടാണ്, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവായ്പ കൊണ്ടാണ്, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് എന്നൊക്കെ. എത്ര തന്നെ ന്യായീകരിച്ചാലും എത്ര തന്നെ അമ്മയാണെങ്കിലും ശരി, അതിനൊരു പരിധിയുണ്ട്. ഈ പറയുന്ന 5 പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പേനിനല്ല കൊന്നത്, ഉറുമ്പിനെയല്ല കൊന്നത്, ഉറുമ്പ് പൊടിയിട്ട് ഉറുമ്പിനെ കൊന്നതല്ല. അവര് ചെയ്തത് ഒന്നും അറിയാത്ത മനുഷ്യരെ, സ്വന്തം അനിയനെ പോലും, അതായത് ഒരു വയസ്സായ ഒരു അമ്മ വല്യമ്മയെ കൊന്നിട്ടുണ്ട്, വല്യപ്പാനെ കൊന്നിട്ടുണ്ട്. അപ്പൊ വല്യമ്മ സ്വന്തം കാമുകി, ആ പെങ്കൊച്ച് എന്ത് പഴച്ചു? ഇവനെ സ്നേഹിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമല്ലേ ചെയ്തുള്ളൂ. അപ്പോ കാമുകിയെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്വന്തം സഹോദരനെ വകവരുത്തി. എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും, അത് മാത്രമല്ല, ജനിപ്പിച്ച പിന്നെ പിതാവിന് അവനെ കാണുക വേണ്ട. ജനിപ്പിച്ച പിതാവിന് അവനെ കാണാൻ വെറുപ്പ് കൊണ്ടല്ല, പേടി കൊണ്ടാണ്, ജീവനിലുള്ള ഭയം കൊണ്ടാണ്. അപ്പൊ അവരെ കാണുക വേണ്ട, ആ വീട്ടിലേക്ക് പോവാൻ തന്നെ ഭയമാണെന്നാ പറയുന്നത്. അത്രയ്ക്കും കടുപ്പമാണ്. എന്നിരിക്കെ ഇപ്പോഴും ഈ പറയുന്ന 5 കൊലപാതകം നടത്തിയ അഫാന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ ഏത് കണ്ണുകൊണ്ടാണ് കാണേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ കൂടിയിട്ട് ഇത് കേൾക്കുമ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഏതമ്മയാണെങ്കിലും വേണ്ടില്ല, ഏതമ്മമാരാണെങ്കിലും വേണ്ടില്ല, ഇതുപോലെ ചെയ്തൊരു മകന് വേണ്ടിയിട്ട് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യല്ലേന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഒരു പേരിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് 5 പേരെ വകവരുത്തിയത്. 6 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊന്നത് 6 മണിക്കൂർ കൊണ്ടാണ്. 6 മണിക്കൂറിനുള്ളിൽ 5 പേരെ കൊന്നിട്ട് യാതൊരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ, ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ലാതെ, ഒരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തുമില്ലാതെ വളരെ ഭംഗിയായി കുളിച്ചു കുട്ടപ്പനായി, ഏതാണ്ട് പറമ്പിൽ പണി കഴിഞ്ഞിട്ടേ, പറമ്പിൽ ഒരു 10-12 തെങ്ങിന് തടമെടുത്തുകൊണ്ട് കുളിയും കഴിഞ്ഞിട്ട് കുളിച്ചു കുട്ടപ്പനായി പുറത്തോട്ട് ഇറങ്ങിയ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ 5 പേരെ തലക്കടിച്ച് കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങിയത്. അവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുക എന്നല്ലാതെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഭ്രാന്താലയമല്ല, ഒരു ഭ്രാന്താലയമാണ്. മുഴുത്ത ഭ്രാന്താണ് കേരളത്തിലുള്ള എല്ലാവരുമാർക്കും. ഒരെണ്ണം നോർമൽ അല്ല. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മനുഷ്യനാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പ്രായത്തിനിടയ്ക്ക് പ്രായമായ ഒരാളുടെ, നമ്മള് ഒരാളെ അറിയാതെ കയ്യോ കാലോ തട്ടിയാൽ പോലും അന്നേരം നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമാണ്. ആ സ്ഥാനത്ത് ചുറ്റിക കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അടിച്ചാൽ ഒരു മനുഷ്യൻ ചാകും എന്നുള്ള ഒരു കൃത്യമായ ട്രെയിനിങ് കിട്ടിയ പോലെ, ഒരു പ്രത്യേക സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ ശബ്ദമുണ്ടാവില്ല, അവിടെ കുഴഞ്ഞു വീഴും, അവിടെ അവസാനിക്കും എന്ന് ട്രെയിനിങ് കൃത്യമായിട്ട് അറിയുന്നത് പോലെ ആർക്കാ അറിയാൻ പറ്റുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മുടെ തലയുടെ പുറകിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതെ താഴെ വീഴും, കോഴി പിടഞ്ഞു വീഴുന്ന പോലെ പിന്നെ പിടഞ്ഞു വീണ് ചത്തുപോകുന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഈ പറയുന്നവന്റെ രാത്രി സഞ്ചാരം, ഇയാളൊരു നോർമൽ ആയിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ കുടുംബം കുട്ടികളും ഭാര്യയും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ഈ പയ്യന് ഉറക്കമില്ല, ഇവൻ രാത്രി സഞ്ചാരിയാണ്. അപ്പൊ അതും ഇതുവരെ ആരും അന്വേഷിച്ചിരുന്നില്ല. ഇവന്റെ രാത്രി സഞ്ചാരത്തെ കുറിച്ച് ആർക്കും യാതൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവൻ എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെയാണ് ഇവൻ കാണുന്നത്, ആരൊക്കെയായിട്ട് ഇവന് കണക്ഷൻ എന്നൊന്നും ഇതുവരെ അമ്മ അന്വേഷിച്ചിരുന്നില്ല. ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് പിന്നെ വീടും നാടും വിട്ടിട്ട് ഗൾഫിൽ പോയിട്ട് സൗദിയിൽ പോയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ് ഈ കുട്ടിയുടെ പിതാവ്. അപ്പൊ ആ പിതാവിന് അതൊന്നും അപ്പോഴപ്പ അറിയാൻ സാധിച്ചില്ലെങ്കിലും ഈ പറയുന്ന സ്നേഹനിധിയായ അമ്മ
മകന്റെ ചേഷ്ടകളൊക്കെ അറിയുന്നുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. അതിന്റെ കൂടെ കൂടെ ആഡംബരമായ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കടം മേടിക്കുക. സാധാരണ ഒരു ഗൾഫ് ജീവിതമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോവാം. അപ്പൊ അതും കഴിഞ്ഞിട്ട് അതുക്കും മേലെ വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസകൾക്ക് പുറമെ അമ്മ മകനെ കയറൂരി വിട്ട്, അതായത് ഈ അമ്മമാർക്ക് ആൺമക്കളോട് പ്രത്യേക ഒരു മമതയുള്ള, ഓൾമോസ്റ്റ് അമ്മമാരും അങ്ങനെയാണ്, ആൺമക്കളോട് അവർക്കൊരു പ്രത്യേക എന്താ പറയാൻ പറ്റാത്ത ഒരു തരം അവസ്ഥയാണ്. ആണാണ് മകനാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഗതിയാണ്. ഈ ഇവര് ഈ അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരം ശാസ്ത്രം പോലും സമ്മതിച്ചിട്ടുള്ള ഒരു ബന്ധമാണത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു മകൻ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു എന്ന് വരും, 1-2 തവണ. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവന്റെ പോക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നുകിൽ ഭർത്താവിനോട് പറയണം, അല്ലെങ്കിൽ കുടുംബത്തെ മുതിർന്നവരോട് പറയണം. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്, മകനെ ആദ്യമേ തന്നെ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്താതെ മകനെ അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു, എന്ത് ചോദിച്ചാലും അങ്ങനെ ചോദിക്കുന്നത് കിട്ടി എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് എല്ലാ സുഖത്തോടും കൂടി ജീവിച്ചിട്ട് അവസാനം പിന്നെ കിട്ടാനില്ലാണ്ടായപ്പോ ഈ പറയുന്ന വല്യമ്മോടും വല്യപ്പോടൊക്കെ ചോദിച്ചു, അവര് കൊടുക്കില്ലെന്ന് പറഞ്ഞു. കൊടുക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരോട് വൈരാഗ്യായി. കാരണം സുഖം മാത്രം അനുഭവിച്ചവരല്ലേ, സുഖം മാത്രം അനുഭവിച്ചതിന് പിന്നെ ഒരു ദുഃഖത്തിന്റെ അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ എന്ത് ചോദിക്കുമ്പോഴും കിട്ടുന്നു. ഏത് തരത്തിലും അമ്മ ആരോട് കടം വാങ്ങിയിട്ടാണോ ഈ അമ്മയും മകനും തമ്മിൽ എന്താണ് ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് പോലും നമുക്കറിയില്ല. അതും വളരെ ദുരൂഹമാണ്, അതും ചിന്തിക്കേണ്ട വിഷയമാണ്. അമ്മയും മകനും കൂടി ഇത്രയും 60 ലക്ഷം രൂപയോ 65 ലക്ഷം രൂപയോ കടം മേടിക്കേണ്ട അവസ്ഥ എന്താണ്? നമ്മള് 1 ലക്ഷം രൂപ തന്നെ നമുക്ക് കടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇത് ഈ ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് പലിശയ്ക്ക് പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ പൈസ മേടിക്കുമ്പോൾ നമ്മൾ കടം മേടിക്കുമ്പോൾ അത് നല്ല ഈസി ആയിട്ട് നമുക്ക് കടം മേടിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കടം വീട്ടണ്ടേ? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ബാങ്ക് ആണെന്നുണ്ടെങ്കിലും പലിശയ്ക്ക് മേടിക്കുകയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഫോർമാലിറ്റി ഉണ്ട്. നമ്മൾ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ ബാങ്കിനോട് കടമെടുക്കുകയാണെങ്കിലും ഒരു വ്യക്തിയോട് കടമേടിക്കുകയാണെങ്കിലും പലിശയ്ക്ക് പൈസ വാങ്ങുകയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് പൈസ കടമേടിക്കുന്നത്. ആ മാനദണ്ഡം അനുസരിച്ച് പൈസ കടമേടിച്ചാൽ അവരുടെ അതേ അവസ്ഥകൾ, എല്ലാ തരത്തിലുള്ള ഫോർമാലിറ്റികളും കവർ ചെയ്തിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ പൈസ കടം മേടിക്കുന്നത്. ആ കടം മേടിച്ച പൈസയ്ക്ക് വീട്ടാൻ അതിനേക്കാൾ കൂടുതൽ പൈസ പിന്നെയും വേണം. ആഡംബരങ്ങൾക്ക് പൈസ വേണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പൈസ ചെയ്യുന്നത്? ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? മകൻ എന്താണ് ഇടപാട്? അല്ലെങ്കിൽ ഈ അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയാണ് ദുരൂഹതകൾ ഉണ്ടായിരുന്നത്? അറിയില്ലല്ലോ. പിതാവിനൊന്നും അറിയില്ല. പിതാവ് നാട്ടിൽ വരുമ്പോ ഇതൊക്കെയാണ് അവസ്ഥ. പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് തലയ്ക്കടി കൊണ്ടിട്ട് ഭാര്യ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എന്നിട്ടും ആ അമ്മ മകന് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇത് എന്തൊക്കെ പൊട്ടത്തരമാണ്! ആർക്കറിയാം ഇതെന്താണ്, അമ്മയും മകനും തമ്മിലുള്ള ഇടപാട് എന്താണെന്നുള്ളത്? ഇതൊക്കെ ഇവരുടെ ഇടയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇന്നും. എന്നിട്ട് ആ അമ്മ മകന് വേണ്ടിയിട്ട് വാദിക്കുകയാണ്, എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അപ്പൊ ഒരു അടി കിട്ടി, ആ അടി കിട്ടിയാലും ശബ്ദട്ടില്ല. ഇനി രണ്ടാമത് വീണ്ടും മകന്റെ കൈ കൊണ്ട് തന്നെ തീരാനായിരിക്കാം ഐ തിങ്ക്. പിന്നെ ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഒരു തരത്തിലുള്ള ജോലിക്കും പണിക്കും പോവാതെ അവരവർ ആഗ്രഹിക്കുന്നെല്ലാം നേടിയെടുത്ത് അവസാനം ഇനി നമ്മൾക്കിപ്പം ജയിലുകളിൽ ഭയങ്കര സുഖമാണല്ലോ. ജയിലുകളിൽ പോയാൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇപ്പതേ ജയിലിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശമ്പളം വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോ അഫാൻ നോക്കുമ്പോ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ജയിലിൽ കിട്ടും. അപ്പൊ പിന്നെ ഇനിയിപ്പോ ജയിലിലേക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല. അവന് യാതൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല. ഈ 5 പേരെ കൊന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അവൻ നോക്കുമ്പോ അവന് ജയിലിലായാലും സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ച് ആർമാദിച്ച് കഴിയാമെന്ന് അവന് തോന്നിക്കാണും. കാരണം നമ്മുടെ ഗോവിന്ദചാമിക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഗോവിന്ദചാമിക്ക് എന്ത് പ്രശ്നമുണ്ട്? ട്രെയിനിൽ നിന്നിട്ട് ആ സൗമ്യയെ തള്ളിയിട്ട് കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ വെച്ചിട്ട് പീഡനങ്ങൾ നടത്തി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അവസാനം തെളിവില്ല എന്നതിന്റെ പേരിൽ മാത്രം ഇന്നും ഗോവിന്ദചാമി കോടതിയില് സ്റ്റേഷനില് ജയിലില് വളരെ സുരക്ഷിതനാണ്, സുഖമായിട്ട് ജീവിക്കുന്നു.
കണ്ടു കഴിഞ്ഞാൽ അരവിന്ദ് സ്വാമിയൊക്കെ മാറി നിൽക്കണം. അപ്പൊ എന്ന പോലെ ഈ അരവിന്ദ് മറ്റേ സോറി ഗോവിന്ദച്ചാമി ഇന്ന് അനുഭവിക്കുന്ന ആ സ്വർഗങ്ങള്, അതേപോലുള്ള കൊലപ്പുള്ളികള്, പിന്നെ ജയിലിൽ എല്ലാ തരത്തിലുള്ള സ്വർഗങ്ങളും കിട്ടുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭരണകർത്താക്കൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങള്, അത് കഴിഞ്ഞിട്ട് ജയിലിൽ പോകുമ്പോൾ അവന്മാർക്ക് ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങള്, ഇത് മുഴുവനും പുതിയ തലമുറ കാണില്ലേ? വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നാട്ടിൽ എന്തൊക്കെ ചെയ്താലും ജയിലിൽ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സുഖമായ ജീവിതമാണ്, സുഖമായ ഭക്ഷണമാണ്. പിന്നെന്താണ്? അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഇവനെ ഇതുകൊണ്ടൊക്കെ പിന്നെ എന്താ പറയാ പ്രേരിപ്പിച്ചത്. എനിക്കറിയാൻ പാടില്ല ഇതിന്റെ ഇടയിൽ രഹസ്യം എന്താണെന്ന്. എന്തായാലും ശരി, ഈ ആൺമക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരു പ്രത്യേക തരത്തിലുള്ള സ്നേഹവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ അമ്മമാരുണ്ട് നമ്മുടെ നാട്ടില്. അതിന്റെ ഫോർ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ അടുത്ത് മരിച്ച ഷൈനിയും മക്കളും. മകൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ മുഴുവനും പൊതിഞ്ഞു പിടിച്ച് അവസാനം 2 കുഞ്ഞു മക്കളും ഒരു സ്ത്രീയും ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കേണ്ട അവസ്ഥ വന്നു. ആ മകനൊക്കെ ആ സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കുമ്പോ അവരുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പ്, അവരുടെ അമ്മയെ കണ്ടതല്ലേ, നമ്മൾ കണ്ടതാണ്. അവരുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ആ സ്ത്രീക്ക് എപ്പോഴും പാരയായത് ആരാണ്? അവന്റെ അമ്മ, അവന്റെ പെങ്ങള്. അതായത് ഈ പറയുന്ന നോബി എല്ലാ പ്രാവശ്യവും ലീവിന് വരുമ്പോൾ പിന്നെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചെയ്തികളും പോരാതെ ഈ അവസാന സമയത്ത് ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വക്കീൽ നോട്ടീസ് പോലും കൈ പറ്റാതെ ഇവൻ പെങ്ങൾ കൊണ്ടുപോയിട്ട് പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. അതാ ഷൈനിയുടെ പിന്നെ ഫോൺ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. നോട്ടീസ് അയച്ചിട്ട് അങ്ങേര് കൈപ്പറ്റുന്നില്ല, ഇപ്രാവശ്യം ലീവിന് വന്നിട്ട് പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കായിരുന്നു എന്ന്. അപ്പൊ പെങ്ങളും ആങ്ങളയെ പൊതിഞ്ഞു പിടിച്ചു. പെങ്ങൾക്കും ഉണ്ടല്ലോ ഒരു കുടുംബജീവിതം. ഈ പറയുന്ന എല്ലാവിടത്തെ കാര്യങ്ങൾ നോക്കൂ. ആദ്യത്തെ പ്രാവശ്യം തന്നെ മരുമകളുടെ ദേഹത്ത് കൈവെക്കുമ്പോ ഒരു അമ്മായിയമ്മ അത് കണ്ട് നോക്കി നിന്നാൽ ആദ്യമേ തന്നെ അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാൻ മാത്രം ആ മരുമകളെ പ്രാപ്തയാക്കിയിരുന്നെങ്കിൽ ഒരു സമൂഹം മുഴുവൻ ഉണ്ടായിരുന്നില്ലേ? ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ സഭ, ആ സഭാധ്യക്ഷന്മാര്, ആ സഭയുടെ പിന്നെ തലപ്പത്തിരിക്കുന്ന അധികാരപ്പെട്ടവര്, അവരെല്ലാവരും ഈ പറയുന്ന പീഡനങ്ങൾ കേട്ട്, അപ്പൊ ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് അവള് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവളാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അടികൊണ്ട് അവസാനം പോയിട്ട് ചാകേണ്ട ഒരു ഗതികേട് വരണ്ട. അത്രയ്ക്കൊക്കെ ഉണ്ടോ? അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളെല്ലാവരും കാരണവന്മാര് ഈ പറയുന്ന സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും എന്തായാലും ആ ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല അവളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും മുഴുവനും ആ പള്ളിയിലെ വികാരിയോടോ ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അവരോടോ ഒക്കെ അവര് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എപ്പോഴും ഈ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അവർക്ക്. അപ്പൊ ആ ഷൈനിയുടെ ദുഃഖങ്ങൾ ആ വികാരി അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും. എത്രയോ തവണ അവരവിടെ പോയിട്ട് തുറന്നു പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു തവണ പോലും എന്താണിതെന്ന് അന്വേഷിക്കാനായിട്ട് അവർക്ക് ആർക്കും തോന്നിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കുറെ മനുഷ്യരൊക്കെ, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നത്? അപ്പൊ അതിന് കാരണക്കാരായവരും ആ കുടുംബക്കാര്, മനസ്സിലായോ? നമ്മള് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇതും കൂടി കൂട്ടി പറഞ്ഞേ ഉള്ളൂ. ഈ പറയുന്ന ഷൈനിയും 2 കുഞ്ഞു മക്കളും അവരാ രാത്രി അനുഭവിച്ച അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ആ കുഞ്ഞു 2 മക്കളെ ഒരു തരത്തിലും അവർക്ക് ജീവിക്കാനായിട്ട് സ്വന്തം വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടിയില്ല. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് പഴത്തിൽ കത്രിക വെക്കുന്ന പോലെ, പഴത്തിൽ കത്തി വെക്കുന്ന പോലെ ഈ നോബിയുടെ അമ്മയുടെ സംസാരം വെണ്ണ പുരട്ടിയ പോലെ, സൈനൈഡിന്റെ പുറത്ത് വെണ്ണ പുരട്ടുന്ന പോലെയാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സാധുവാണെന്നറിയോ? ഈ കണ്ട കാലം മുഴുവനും ഒരു അടിമയെ പോലെ, അടിമയെ കൊണ്ടുവന്നാൽ ഇതിനേക്കാളും ബഹുമാനം ഉണ്ടാവും. സ്വന്തം മകനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ഭാര്യ പറമ്പിൽ കിടന്ന് എന്താ പറയാ പട്ടിയെ പോലെ പണിയെടുത്ത് എല്ലാ തരത്തിലുള്ള കൃഷിപ്പണികളും ചെയ്ത് ആ കുടുംബം പോറ്റാൻ കഷ്ടപ്പെട്ട് ആ കുടുംബത്ത് വരുന്ന അടിയും ഇടിയും തൊഴിയും എല്ലാം സഹിച്ച് വർഷങ്ങളോളം കിടന്നിട്ട് അവസാനം അവർക്ക് സഹിക്കാൻ പറ്റാതെ അവർ അവർ സ്വയം ഓടിപ്പോയതല്ല, തല്ലി ഇറക്കിയതാണ് രാത്രി നട്ടപ്പാതിര സമയത്ത്. അതിനും ഈ വീട്ടുകാരിൽ ഇവരുടെയൊക്കെ മനസ്സെന്താണ്? ഈ ആങ്ങളയെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് ശ്രമിച്ച പെങ്ങളും ഈ മകനെ ന്യായീകരിക്കുന്ന അമ്മയും ഇവരൊക്കെ ഒരു സ്ത്രീ തന്നെയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ വേദനയാണോ, വിഷമമാണോ, സങ്കടമാണോ, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതും. മകനെ ന്യായീകരിക്കുകയാണ്. 5 പേരെ ഈ ഉറുമ്പിനെ കൊല്ലുന്ന പോലെ കൊന്ന മകന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്. എന്റെ മകനെ തിരിച്ചു തന്നാ മതി. മകൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നില്ല.
എന്നിട്ട് ഈ കുറ്റകൃത്യങ്ങളെ പറയുമ്പോഴും ആ അമ്മയെ ന്യായീകരിക്കാനും കുറെ എണ്ണങ്ങള്. എന്താണ് ഇവന്മാരോടൊക്കെ പറയേണ്ടത്? എത്ര പേരാണ് കൊന്നത്? സ്വന്തം പിതാവിനും ആവശ്യമില്ല. എന്നിട്ട് അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ഈ പറയുന്നവന് 5 പേരെ കൊന്നവന് ജയിൽ മാത്രല്ല, അവന് വീട് പണിത് കൊടുക്കാനും തയ്യാറാണെന്ന് ഞാൻ എങ്ങാണ്ട് ശ്രീകണ്ഠൻ നായരുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായർ അമ്മയെ ആശ്വസിപ്പിക്കുന്നു, ആ അമ്മയ്ക്ക് വീട് പണിത് കൊടുക്കാൻ എന്ന് ഉറപ്പ് കൊടുക്കുന്നു. എന്തിന്റെ പേരില്? എന്തിന്റെ പേരിലാണ്? അമ്മയും മകനെ സ്നേഹിച്ചതിന്റെ പേരിലോ? അതോ അഫാൻ ഇങ്ങനെ വല്യപ്പാനും പിന്നെ ഈ പറയുന്ന പോലെ തലക്കടിച്ച് കൊന്നതിന്റെ പിന്നെ അവാർഡിന്റെ പേരിലോ? ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാണ്ടായോ? അയാളൊരു പത്രപ്രവർത്തകനല്ലേ, ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, ഒരു നാടിന് മാതൃകയായില്ലെങ്കിൽ വേണ്ട. എന്ത് ചെയ്തതിന്റെ പേരിലാണ് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ്? അതോ ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ടാണോ ശ്രീകണ്ഠൻ നായർക്ക് ഇത്രയ്ക്കും വഴിഞ്ഞൊഴുകാൻ കാരണം? അതായിരിക്കാം. കാരണം നമ്മുടെ നാടിന്റെ ഒരു പോക്ക് അങ്ങനെയാണല്ലോ. ഒരു പ്രത്യേക മതവിഭാഗക്കാരായി കഴിഞ്ഞാൽ അവർക്ക് എന്തുമാവാം. അവർ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റങ്ങളല്ല, ചെയ്യുന്ന കൊലകളൊന്നും കൊലകളല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 9 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു കുഞ്ഞാണ് എന്ത് വിളിച്ചത്? അരിയും മലരും കരുതി വെച്ചോ, കുന്തിരിക്കവും കൂടി കരുതി വെച്ചോ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. 9 വയസ്സ് 10 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച കൊലവിളികളാണിത്. ബാക്കിയെല്ലാം ഞാൻ വിടുന്നു. ബാക്കി നമ്മുടെ സമൂഹത്തില് ഉണ്ടായ സംഗതികളൊക്കെ നിങ്ങൾ അതെല്ലാം വിട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് മാത്രം. എത്ര വയസ്സുണ്ടാ കുട്ടിക്ക്? 9 or 10 വയസ്സ് ആണല്ലോ. ആ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. കേരളത്തിലെ മൊത്തം മനുഷ്യരെ കൊല്ലാനായിട്ടേ കാലന്മാര് വരുന്നുണ്ടെന്ന്. ഇത് ഓരോ കുടുംബത്തിലും ഓരോ കുഞ്ഞുമക്കൾക്കും ഇതാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കള് അല്ലെങ്കിൽ ഈ കുട്ടികൾ വലുതായി വരുമ്പോൾ ഇവര് 5 പേരെയല്ല, കേരളം മൊത്തം പിന്നെ അവസാനിപ്പിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ആണല്ലോ. ഇതാണ് ഇവരുടെ കുടുംബങ്ങളിൽ, ഓരോരോ കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇത്രയും വലിയ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞതാണ്, നമ്മൾ കേട്ടതാണ്. ഇന്നും മുഴങ്ങുന്നുണ്ട് മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തില്. അരിയും മലരും കരുതി വെച്ചോ, കുന്തിരിക്കവും വാങ്ങി വെച്ചോ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. ഇതാണ് നടന്ന മുദ്രാവാക്യങ്ങൾ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ജലീലിക്ക പറഞ്ഞല്ലോ, കുറ്റങ്ങളും കുറവുകളും മയക്കുമരുന്നും വ്യാപാരങ്ങളും പീഡനങ്ങളും പിന്നെ അതിക്രമങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്നു. ഞമ്മന്റെ ആൾക്കാരാണ് കൂടുതൽ, ഞമ്മന്റെ ആൾക്കാരാണ് അതിൽ കൂടുതൽ. ഏറ്റവും കൂടുതൽ പേര് വരുന്നത് ഞമ്മന്റെ ആൾക്കാരാണ്. ഞാൻ പറയുന്നതല്ല, ജലീലിക്ക പറഞ്ഞതാണ്. ഇനി ഇതും കേട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. ആ പറയുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മദ്രസയിൽ പോകുന്ന ആൾക്കാരാണെന്ന്. ഇതും ജലീലിക്കയുടെ വാക്കാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ചെറിയ കുറിപ്പ് നമ്മൾ നോക്കി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയെ ഒരുപാട് 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 താലോലിച്ച് നമ്മൾ കൊണ്ടു നടക്കുമ്പം ആ കുട്ടി അങ്ങ് വഷളാവും അല്ലേ? ഒരു പൊതു തത്വം പറയാം ഞാൻ. ഒരു കുട്ടിയെ ഒരുപാട് 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 ഓമനിച്ച് കൊണ്ടു നടന്നാൽ ഇത് രാഷ്ട്രീയക്കാരാണെങ്കിലും വേണ്ടില്ല, മാധ്യമ പ്രവർത്തകരായാലും വേണ്ടില്ല, സമൂഹമാണെങ്കിലും വേണ്ടില്ല, എവിടെ നോക്കിയാലും ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് ഭയങ്കര ലാളനയാണ്. അവരെന്ത് ചെയ്താലും കുറ്റമേ അല്ല. എനിക്ക് അവരോട് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യവുമില്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കുട്ടിയെ താലോലിച്ച് കുറെ കാലം കൊണ്ടു നടക്കുമ്പം എന്തുണ്ടാവും? ആ കുട്ടി അങ്ങ് കയറി വഷളാവും, ഒന്നിനും പറ്റാണ്ടാവും. ഒന്നേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒലക്കൊക്കെ അടിക്കണം എന്നാ പറയണത്. അതിലൊന്നും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോ അതുകൊണ്ടാണ് വഷളായ ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടുമ്പോ, നിയമത്തിന്റെ ഭാഗമായാലും രാഷ്ട്രീയത്തിന്റെ ഭാഗമായാലും മറ്റുള്ള ഏതൊക്കെ ഭാഗങ്ങൾ എടുത്താലും ശരി, ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് ഒരുപാട് വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ആ മതവിഭാഗം അങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം പ്രതി, ദിനം പ്രതി. ലോകം മുഴുവൻ, കേരളത്തിലെ കേസല്ല ഞാൻ പറയുന്നേ, ലോകം മുഴുവൻ. എങ്ങനെയാ ഈ സമൂഹം ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് എല്ലാവരെ കൊണ്ടും എവിടെ നോക്കിയാലും ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെ മുമ്പിലും ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുന്ന, നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു. ഈ കുട്ടിയെ താലോലിക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരുപാട് ലാളിച്ചു കൊണ്ടുവന്നാൽ ആ കുട്ടി വഷളാവുമെന്ന അതേ പ്രക്രിയ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി.
എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടുന്ന, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, എല്ലാ തരത്തിലും സപ്പോർട്ട് കിട്ടുന്ന ഈ പ്രത്യേക മതവിഭാഗം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നു. അവര് തന്നെ വേണം, അവരുടെ തലപ്പത്തിരിക്കുന്ന മതമേൽ അധ്യക്ഷന്മാര് തന്നെ ഇതിന് ഒരു പരിഹാരം കൊടുത്ത് സ്വന്തമായിട്ട് ഈ കുത്തി നിറച്ചിട്ടുള്ള വർഗീയ വിഷങ്ങളൊക്കെ കുറേശ്ശെ ഇല്ലാണ്ടാക്കിയിട്ട് നന്മ പറഞ്ഞു കൊടുക്കാൻ. മറ്റുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണ്, മറ്റുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണണം, നമുക്ക് എല്ലാവരെയും സഹിഷ്ണുതയോട് കാണാനുള്ള മനസ്സുണ്ടാവണം എന്ന് ഇനിയെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ സംഗതികളൊക്കെ കൈവിട്ടു പോവാൻ അധികം താമസമില്ല. ഇതേപോലുള്ള അമ്മമാര് ഇപ്പൊ ഈ പറയുന്ന അഫാന്റെ അമ്മയുണ്ടല്ലോ, അത് തലയ്ക്ക് വെളിവിലുണ്ടെന്നല്ല പറയുന്നത്, അവർക്കൊക്കെ നല്ല വെളിവുണ്ട്. ആരോഗ്യസ്ഥിതിക്ക് ഒരുവിധം തിരിച്ചു വന്നിട്ടുണ്ട്. അവർക്കറിയാം എല്ലാ സഹതാപങ്ങളും അവർക്കിപ്പോ കിട്ടും. അവരെന്ത് പറഞ്ഞാലും ഇപ്പൊ നടക്കും. അറിയാം അവർക്ക്. താങ്ങോരുള്ളവർക്കേ തളർച്ചയുള്ളൂ. അവരെ താങ്ങാനും ആൾക്കാരുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർക്കുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ശ്രീകണ്ഠൻ നായർ മാതൃകയ്ക്ക് എന്തിനാണ് ഇത്രയും വലിയ അവാർഡും കൊണ്ട് ശ്രീകണ്ഠൻ നായർ നടക്കുന്നത്? അപ്പോ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തവന് ശ്രീകണ്ഠൻ നായർ വീട് ഓഫർ ചെയ്തിരിക്കുന്നു. അപ്പൊ നാളെ ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നാണോ ശ്രീകണ്ഠൻ നായർ കൊടുക്കുന്ന മെസ്സേജ്? ആണോ? അപ്പൊ നല്ലതാണ് ശ്രീകണ്ഠൻ നായർ. നിങ്ങൾ വീടല്ല, അവർക്കൊരു സ്വർഗം പണിഞ്ഞു കൊടുക്കുക. എല്ലാവരും ഇതുപോലെ തന്നെ ആവർത്തിക്കാനായിട്ട് എല്ലാവർക്കും പ്രേരണയാവട്ടെ നാട്ടില്. അടിപൊളി. ഇങ്ങനൊക്കെ തന്നെയാണ് വേണ്ടത്. ഇതൊക്കെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നവന്, അത് മാത്രല്ല ഈ 5 പേരെ 6 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊന്ന ഈ അഫാൻ എന്ന് പറയുന്നവനെ അവന്റെ താളത്തിനനുസരിച്ച് അവന് ഇരിക്കണോ, കിടക്കണോ, ഒഴിയണോ, കുളിപ്പിക്കണോ, താരാട്ട് പാടണോ, എന്നൊക്കെയാണ് ചോദ്യം. അവന് ചിക്കൻ ബിരിയാണി വേണോ, മട്ടൻ ബിരിയാണി വേണോ, അതോ മീൻ വറ്റിച്ചതാണോ വേണ്ടേ എന്ന് അവന്റെ ഇഷ്ടത്തിന് അവനെ കിടത്തി ചോറൂട്ടി താരാട്ട് പാടി അവന്റെ ഇഷ്ടത്തിന് താലോലിച്ച് കൊണ്ടു നടക്കുവാണ്. അതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ. ഇനി കുറെ കാലങ്ങള് യവനെ ഇതുപോലെ കൊണ്ടു നടക്കും. അതും പ്രത്യേക മതവിഭാഗക്കാരനായതുകൊണ്ട് പ്രത്യേക പരിഗണനയാണ്. അവൻ ചെയ്തതൊക്കെ ഇങ്ങനെ പൂ പൊട്ടിക്കുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ്. കാരണം അതാണ് വിഭാഗം. ഇതിങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? എവിടേക്കാണ് പോക്ക്? പോലീസിനും ഭയങ്കരമായിട്ട് അഫാൻ നല്ലവനാണെന്ന് കഷ്ടപ്പെട്ട് അഫാൻ നല്ലവനാണെന്ന് വരുത്തി തീർക്കാൻ പോലീസും പെടാപ്പാടുപെടുന്നു. അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനല്ല, നല്ല കുട്ടിയാണ്, ഇതുവരെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, മാതൃകാ പുരുഷോത്തമനാണ്. ഇതെല്ലാം വരുത്തി തീർക്കാൻ ആരാണ് ഇതിന്റെ പുറകിൽ പാടുപെടുന്നത് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ കൺമുന്നിൽ നോക്കുമ്പോ 5 പേരെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നവനാണ്. അവൻ നല്ലവനായിരുന്നു, ഫാസ്റ്റ് ആണല്ലോ. ഇപ്പൊ ആണോ? ഇനി അവസാനം എന്തായി? ഒരമ്മ മാത്രമാണ് ഇനിയിപ്പോ തെളിവ്. ആ അമ്മയും പറയാണ് എന്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ, എനിക്കിനി ആകെ ഒരു ആൺതരിയേ ഉള്ളൂ. അപ്പോഴും ആൺതരിയോടുള്ള കമ്പം നിന്നിട്ടില്ല. ആൺതരിയാണ്. ഒരു തരി മതി ഒരു ലോകം മുഴുവൻ നശിപ്പിച്ചല്ലോ. അവന്റെ കൊച്ചനുജനെ, ബാക്കി എല്ലാവരും വിട്, എല്ലാവരും പൈസ ചോദിച്ചപ്പോ കൊടുത്തില്ല, ശരി, സമ്മതിക്കുന്നു. അവന്റെ കൂടെ പിറന്ന അവന്റെ കൊച്ചനുജനെ, ആ കൊച്ചു പാവം കുഞ്ഞ്, അവൻ വിളിച്ചപ്പോ സ്നേഹത്തോടു കൂടിയിട്ട് അവൻ വിളിച്ചപ്പോ ചെന്നതല്ലേ, അതിനെ വരെ അവൻ തീർത്തില്ലേ? അപ്പൊ അവന്റെ ഉള്ളിൽ എന്താണ്? അവനൊരു മനുഷ്യനാണോ? എന്നിട്ടും അവന് വേണ്ടിയിട്ട് ദയാവായ്പിന് നടക്കുന്ന മാതാവ്. അപ്പൊ അമ്മയും മോനും തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കും. ഈ സ്ഥാനത്താണ് ഞാൻ പറഞ്ഞത്, ഇതിനെയൊക്കെ ഉദകക്രിയ ചെയ്ത, കൈകൊണ്ട് തന്നെ ശേഷക്രിയ ചെയ്ത് അവസാനിപ്പിക്കണം. എന്നിട്ട് മാന്യമായിട്ട് അഭിമാനത്തോടുകൂടി ജയിലിൽ പോയി കിടക്കണം. ഇതുപോലുള്ള മക്കളെന്നും വളർത്തി വെക്കാൻ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വിടരുത്. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത്. അതാണ് മാതൃകയാവേണ്ടത്. അങ്ങനെയാണ്. ഇനിയെങ്കിലും അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ന്യായീകരിക്കാൻ നിൽക്കരുത്, ദയവ് ചെയ്ത്. അത്രേ എനിക്ക് ഈ പറയുന്ന സഹോദരങ്ങളോട് പറയാനുള്ളൂ. എന്റെ ആയിരുന്നെങ്കിൽ അന്നേരം തന്നെ അത് തീർന്നേനെ. ഞാൻ സുഖമായിട്ട് ജയിലിൽ പോയി ജീവിച്ചേനെ. ഇതുപോലുള്ള കലാപരിപാടിക്കൊന്നും നമ്മൾ നിൽക്കില്ല ഒരിക്കലും. ഇത് പറയുന്നതല്ല, പറയാൻ എന്ത് എളുപ്പമെന്നല്ല, പറയുന്നതല്ല, പ്രവർത്തിക്കും എന്റേതായിരുന്നെങ്കിൽ. പക്ഷെ ഇത് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുന്നു മാത്രം. അപ്പോ
എല്ലാം നമ്മുടെ നാടിനെ ദൈവം രക്ഷിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.